Hello everyone, welcome back to Harrison Go Academy. This is Nihal Zubair with Copywriting Series. Today's topic is turning insights into actionable strategies. ഒരു ഇൻസൈറ്റ് എങ്ങനെ ഒരു ആക്ഷനബിൾ സ്ട്രാറ്റജി ആക്കി മാറ്റാം. നമ്മളെപ്പോഴും വി കീപ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് അല്ലേ? നമ്മൾ എഴുതുന്ന ഒരു കോപ്പി ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഇൻസൈറ്റ്സ് വന്നുകൊണ്ടിരിക്കും, റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കും. ആ കോപ്പി ഇങ്ങനെ ആവായിരുന്നു, നമ്മൾ സ്ട്രാറ്റജി ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരുന്നു. ദാറ്റ് ആർ ദ ഇൻസൈറ്റ്സ് യു ഗെറ്റ് ഫ്രം യുവർ വർക്ക്. സോ ആ ഇൻസൈറ്റ്സ് വെച്ച് നമുക്ക് എങ്ങനെ അതൊരു ആക്ഷനബിൾ സ്ട്രാറ്റജി ആക്കി മാറ്റാം. ബി ഓൾവേസ് ഓപ്പൺ ഫോർ ഫീഡ്ബാക്ക് ആൻഡ് ഇൻസൈറ്റ്സ് ആൻഡ് ഡു വർക്ക് ഓൺ ഇറ്റ്. അത് മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, സർഫ് എക്സൽ പോലത്തെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആദ്യം മാർക്കറ്റ് ചെയ്യുമ്പോൾ അവർ കറ പോക്കാം, ഏത് കറയും പോക്കാം, പെട്ടെന്ന് പോക്കാം എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരുന്നു. പക്ഷെ ആൾക്കാർ കറയിൽ നിന്ന് മാറി നിന്നാൽ, ആൾക്കാരെ മേത്ത് ചളി ആവാതിരുന്നാൽ അവരുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകത്തുമില്ല. കുട്ടികളെ ചളിയിൽ കളിക്കാൻ വിടത്തില്ല, അല്ലെങ്കിൽ ഒരു പരിപാടിക്കൊന്ന് അഴുക്കാവാൻ ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കില്ല. സോ അവർക്ക് ആ ഇൻസൈറ്റ് കിട്ടിയപ്പോൾ ഒരു പുതിയ സ്ട്രാറ്റജി ആയിട്ട് അവർ വന്നു. അതാണ് കറ നല്ലതാണ് അഥവാ ദാത് അച്ചി ഹെ. ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു വെച്ചാൽ, ആൾക്കാരെ കൊണ്ട് ചളി ആവുക, ചളിയിൽ കളിക്കുക, ഓക്കെ ഡു ഇറ്റ്, ഗോ മേക്ക് യുവർ ക്ലോത്ത്സ് ഡേർട്ടി ബിക്കോസ് യു ഗോട്ട് സർഫ് എക്സൽ ആൻഡ് ഇറ്റ് വിൽ ക്ലീൻ എവറിഥിങ്. സോ അതാണ് അവർ പറഞ്ഞത്, ദാത് അച്ചി ഹെ അഥവാ കറ നല്ലതാണ്. ഒരു നല്ലൊരു ഇൻസൈറ്റ് എടുത്തു, എന്നിട്ട് അവർ അവരുടെ സ്ട്രാറ്റജി ഇംപ്രൂവ് ചെയ്തു. So keep that in mind, always keep a room for improvement. So don't forget to subscribe Harrison Go Academy for more such videos.